ഒരു സെക്കൻഡ് ഓർഡർ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു സൊല്യൂഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സെക്കൻഡ് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ. നമുക്കറിയാം സെക്കൻഡ് ഓർഡർ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ ഫോം a2 of x into y double dash plus a1 of x into y dash plus a0 of x into y equal to 0. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു സൊല്യൂഷനാണ് y1 of x എന്ന് വിചാരിക്കുക. ദെൻ ഇതിനോട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മറ്റൊരു സൊല്യൂഷൻ y2 of x, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സെക്കൻഡ് സൊല്യൂഷൻ y2 of x കണ്ടുപിടിക്കുവാനുള്ള മെത്തേഡാണ് മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ. അത് കണ്ടുപിടിക്കുവാനായിട്ട് y2 of x നമ്മൾ ഇങ്ങനെ എടുക്കുന്നു, u of x into y1 of x. ഇതിൽ u of x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന് y-ക്ക് പകരം y2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് u of x നമ്മൾ അതിൽ നിന്നും സോൾവ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ y ഡബിൾ ഡാഷിന് പകരം y2 ഡബിൾ ഡാഷ്, y ഡാഷിന് പകരം y2 ഡാഷ്, y-ക്ക് പകരം y2 ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ ഡെറിവേറ്റീവ്സ് നമ്മൾ കണ്ടുപിടിക്കണം. പ്രൊഡക്റ്റ് റൂൾ ആവശ്യം വരും. u of xും y1 of xും ഫങ്ഷൻസ് ഓഫ് x ആയതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനാണ് നമുക്കറിയില്ല. എന്നാലും നമുക്ക് അവിടെ എന്തായാലും രണ്ട് ഫംഗ്ഷൻസ് ഉള്ളത് കൊണ്ട് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതിലേക്ക് അത് റെഡ്യൂസ് ചെയ്ത് പോകും. അങ്ങനെ റെഡ്യൂസ് ചെയ്തിട്ട് ആ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമ്മൾ u of x കണ്ടുപിടിക്കുന്നു. ദെൻ u of x ഇൻറ്റു y1 of x ആയിരിക്കും നമ്മുടെ സെക്കൻഡ് സൊല്യൂഷൻ y2 of x. അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയിക്കോളും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് മൈനസ് y ഈക്വൽ ടു 0. അതിൻ്റെ ഒരു സൊല്യൂഷൻ y1 ഈക്വൽ ടു e റേസ് ടു x അത് തന്നിട്ടുണ്ട്. മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ യൂസ് ചെയ്ത് ഇതിൻ്റെ സെക്കൻഡ് സൊല്യൂഷൻ y2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് സൊല്യൂഷൻ y2 കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി y2 of x ഇങ്ങനെ എടുക്കുന്നു, u of x ഇൻറ്റു y1 of x. അപ്പോൾ ഇവിടെ u of x അറിയില്ല, അതങ്ങനെ തന്നെ നിർത്തുക, ഇൻറ്റു e റേസ് ടു x. ഇനി നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് മൈനസ് y ഈക്വൽ ടു 0 ആണ്. സോ y2 ഡബിൾ ഡാഷ് ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും y2 ആവശ്യം വരും, y2 ഡാഷ് ആവശ്യം വരും. y2 ഡാഷ് കാണുമ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. u of x ഇൻറ്റു ഞാൻ u എന്നും y1 എന്നും എടുക്കുകയാണ്, u ഇൻറ്റു y1 ഡാഷ് പ്ലസ് u ഡാഷ് ഇൻറ്റു y1. സോ അതാണ് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ ഇങ്ങനെ വരും u of x ഇൻറ്റു y1 ഡാഷ് e റേസ് ടു x തന്നെയാണ്. ദെൻ u ഡാഷ് ഓഫ് x ഇൻറ്റു e റേസ് ടു x. ഞാൻ u ഡാഷ് തന്നെ എഴുതുന്നുള്ളൂ. ഇനി അടുത്തതിൽ y2 ഡബിൾ ഡാഷ് കാണുമ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്ത് നമുക്ക് പ്രൊഡക്റ്റ് റൂൾ ആവശ്യമുണ്ട്. u ഇൻറ്റു e റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് e റേസ് ടു എക്സ് തന്നെ, e റേസ് ടു എക്സ് ഇൻറ്റു u ഡാഷ്. ദെൻ ഇവിടെ ഇപ്പം ഇതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ളൂ. ദെൻ u ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു e റേസ് ടു എക്സ് പ്ലസ് u ഡബിൾ ഡാഷ് ഇൻറ്റു e റേസ് ടു എക്സ്. സോ ഈ രണ്ട് ടേംസും ആഡ് ചെയ്താൽ u e റേസ് ടു എക്സ് പ്ലസ് 2 e റേസ് ടു എക്സ് u ഡാഷ് പ്ലസ് u ഡബിൾ ഡാഷ് e റേസ് ടു എക്സ്. ഇനി നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ y-ക്ക് പകരം y2 റീപ്ലേസ് ചെയ്യുമ്പോൾ y2 ഡാഷ് ഡബിൾ ഡാഷ് മൈനസ് y2 അത് ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെ വരും y2 ഡാഷ് ഡബിൾ ഡാഷിന് പകരം u e റേസ് ടു എക്സ് പ്ലസ് 2 e റേസ് ടു എക്സ് u ഡാഷ് പ്ലസ് u ഡബിൾ ഡാഷ് e റേസ് ടു എക്സ് മൈനസ് y2 എന്നുള്ളത് u e റേസ് ടു എക്സ് ആണ്. സോ ഈ രണ്ട് ടേംസും ക്യാൻസലായി പോകും, ഈക്വൽ ടു 0. ഇനി ഇതിൽ നിന്നും രണ്ടിൽ നിന്നും e റേസ് ടു എക്സ് കോമൺ ആയിട്ട് എടുക്കാം. ഇനി ഞാൻ u ഡബിൾ ഡാഷിൻ്റെ ടേം ആദ്യം എഴുതുന്നു, പ്ലസ് 2 u ഡാഷ് ഈക്വൽ ടു 0. ഇനി e റേസ് ടു എക്സ് ഇൻറ്റു രണ്ട് ടൈംസിൻ്റെ പ്രൊഡക്റ്റ് a ഇൻറ്റു b ഈക്വൽ ടു 0 ആണെങ്കിൽ എയ്തർ a ഈക്വൽ ടു 0 അതല്ലെങ്കിൽ b ഈക്വൽ ടു 0. ഇപ്പോൾ ഇവിടെ e റേസ് ടു എക്സ് എന്നുള്ളത് ഒരിക്കലും 0 ആവില്ല. നമുക്കറിയാം എക്സിന് ഏതൊക്കെ വാല്യൂ e റേസ് ടു 0 1 ആണ്. ഇനി എക്സിന് ഏതൊക്കെ നെഗറ്റീവ് നമ്പർ ഏത് കൊടുത്താലും നമുക്ക് 0നേക്കാളും വലിയൊരു നമ്പറേ കിട്ടുള്ളൂ, പോസിറ്റീവ് നമ്പർ മാത്രമേ കിട്ടുള്ളൂ. ഒരിക്കലും 0 കിട്ടില്ല, നെഗറ്റീവ് വാല്യൂസും കിട്ടില്ല. സോ ഇതൊരിക്കലും ഇതിൽ നിന്ന് രണ്ട് പോസിബിലിറ്റീസ് ആണ്, e റേസ് ടു എക്സ് ഈക്വൽ ടു 0 ഓർ u ഡബിൾ ഡാഷ് പ്ലസ് 2 u ഡാഷ് ഈക്വൽ ടു 0. ഇത് ഒരിക്കലും പോസിബിൾ അല്ല. e റേസ് ടു എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് പോസിബിൾ അല്ലാത്തത് അതുകൊണ്ട്
നമുക്കിങ്ങനെ കിട്ടും യു ഡബിൾ ഡാഷ് പ്ലസ് 2u ഡാഷ് ഈക്വൽ ടു 0. ഇനി നമ്മൾ ഇതിനെ ഫസ്റ്റ് ഓർഡറിലേക്ക് റെഡ്യൂസ് ചെയ്യാണ്. അതിനു വേണ്ടി മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. w ഈക്വൽ ടു യു ഡാഷ്, യു ഡാഷിന് പകരം w. അപ്പോൾ w ഡാഷ് ആണ് യു ഡബിൾ ഡാഷ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെയാകും w ഡാഷ് പ്ലസ് 2w ഈക്വൽ ടു 0. അപ്പം ഇത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സിലുള്ള ഈ ഒരു ഫോമിലാണ് y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ്. വൈക്ക് പകരം w ആയി എന്നുള്ളൊരു ചേഞ്ച് മാത്രമാണ്. ഇത് ലീനിയർ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ജനറൽ ഫോം ഞാൻ ഡബ്ല്യുവിൻ്റെ ടേംസിൽ എഴുതാം. dw/dx പ്ലസ് സം p of x ഇൻറ്റു w ഈക്വൽ ടു ഏതെങ്കിലും r of x. ഈ ഒരു ഫോമിലാണ് ഇത് കിടക്കുന്നത്. ഇപ്പം ഇവിടെ w ഡാഷ് ആണ് dw/dx, p of xൻ്റെ പ്ലേസിൽ 2 ആണ്, r of xൻ്റെ പ്ലേസിൽ 0 ആണ്. സോ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. അത് കാണാനുള്ള ഫോർമുല ഇ റേസ് ടു ഇൻ്റഗ്രൽ p of x dx ആണ്. സോ ഇവിടെ ഇ റേസ് ടു ഇൻ്റഗ്രൽ 2 dx എന്ന് കിട്ടും. 2 ആണ് p of x. അപ്പോൾ നമുക്ക് ഇ റേസ് ടു 2x ആണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി സൊല്യൂഷൻ ഷോർട്ട് കട്ട് മെത്തേഡ് ഇങ്ങനെയാണ്. സൊല്യൂഷൻ വൈയുടെ ടേംസിലാവുമ്പോൾ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽസ് ഇൻ്റഗ്രൽ ഓഫ് r of x ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx. ഇതാണ് അതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ്. ഇവിടെ വൈക്ക് പകരം w ആണ്. w ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് r of x ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx. ഇതിന് മൊത്തത്തിലുള്ളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ w ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റേസ് ടു 2x ആണ്. r of x 0 ആണ്. 0 ഇൻറ്റു ഇ റേസ് ടു 2x dx. അപ്പോൾ ഇവിടെ 0 dx എന്നാവും. ഇൻ്റഗ്രൽ 0 dx എന്ന് വെച്ചാൽ 0 പ്ലസ് c എന്ന് വരും. അപ്പോൾ w ഇൻറ്റു ഇ റേസ് ടു 2x ഈക്വൽ ടു c എന്ന് കിട്ടും. അതിൽ നിന്നും w ഈക്വൽ ടു c ബൈ ഇ റേസ് ടു 2x, അതല്ലെങ്കിൽ w ഈക്വൽ ടു c ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2x എന്ന് കിട്ടും. ഞാനതിനെ C1 എന്ന് വിളിക്കുന്നു. വേറൊരു ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് കൂടി വരുന്നത് കൊണ്ട് ഞാനതിനെ C1 എന്ന് വിളിക്കുന്നു. അപ്പോൾ w എന്നുള്ളത് C1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2x, w യു ഡാഷ് ആണ്. അപ്പോൾ അതിൽ നിന്നും യു ഡാഷ് ഈക്വൽ ടു C1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2x എന്ന് കിട്ടും. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ യു കിട്ടും. യു ഡാഷിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ്, അപ്പോൾ ഇവിടെ യു ഡാഷിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത യു, ഇവിടെ C1 ഇ റേസ് ടു മൈനസ് 2x dx. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു ഈക്വൽ ടു C1 കോൺസ്റ്റൻ്റ് ആണ്. ഇ റേസ് ടു മൈനസ് 2xൻ്റെ ഇ റേസ് ടു മൈനസ് 2x ബൈ മൈനസ് 2 പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് C2. അപ്പോൾ അതിൽ നിന്നും യു ഈക്വൽ ടു മൈനസ് C1/2 ഇ റേസ് ടു മൈനസ് 2x പ്ലസ് C2. അപ്പോൾ നമ്മുടെ യു ഓഫ് എക്സ്, യു തന്നെയാണ് യു ഓഫ് എക്സ് കിട്ടി. y2 ഓഫ് എക്സ് യു ഓഫ് എക്സ് ഇൻറ്റു y1 ഓഫ് എക്സ് ആണ്. സോ യു ഓഫ് എക്സിന് പകരം മൈനസ് C1/2 ഇ റേസ് ടു മൈനസ് 2x പ്ലസ് C2 ഇൻറ്റു ഇ റേസ് ടു എക്സ് ആയിരുന്നു നമ്മുടെ y1 ഓഫ് എക്സ്. അപ്പോൾ അതിങ്ങനെ കിട്ടും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് C1/2 ഇ റേസ് ടു മൈനസ് 2x ഇൻറ്റു ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു മൈനസ് 2x ഇൻറ്റു ഇ റേസ് ടു എക്സ് പറയുമ്പോൾ അത് നമുക്കിങ്ങനെ കിട്ടും ഇ റേസ് ടു മൈനസ് 2x പ്ലസ് എക്സ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ്, ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു ബി, ഇ റേസ് ടു എ പ്ലസ് ബി ആണ്. അപ്പോൾ അതിൽ നിന്നും ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് C2 ഇ റേസ് ടു എക്സ്. സോ y2 ഇങ്ങനെ കിട്ടും മൈനസ് C1/2 ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് C2 ഇ റേസ് ടു എക്സ്. ഇനി ഈ C2 ഇ റേസ് ടു എക്സ് എന്നുള്ളത് y1ൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആണ്. സോ അത് ഇവിടെ എടുക്കണമെന്ന് നിർബന്ധമില്ല, നമുക്കതിനെ ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റിനെയും നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു നല്ലൊരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് C1 എന്നുള്ളത് -2 എന്ന് എടുക്കുന്നു. C2 ഈക്വൽ ടു 0. C2 0 എടുക്കാൻ കാരണം ഇത് നമ്മുടെ കറക്റ്റ് y1ൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആണ്. സോ റിപ്പീറ്റേഷൻ ആണ്, ലീനിയർലി ഇൻഡിപെൻഡൻസ് എന്നുള്ളതിന് പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒഴിവാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. C2 0 എന്ന് എടുക്കുന്നു.
കാരണം അത് y1ൻ്റെ തന്നെ മൾട്ടിപ്പിൾ ആണ്. സോ c2 0 എടുക്കുന്നു. മൈനസ് c1/2 ആണ് ഇവിടെ. സോ -1/2 കളയാനായിട്ട് c2ന് പകരം -2 എന്ന് എടുക്കുന്നു. സോറി, c1ന് പകരം -2 എന്ന് എടുക്കുന്നു. അപ്പോൾ നമ്മുടെ y2 ഇങ്ങനെ കിട്ടും. c1ന് പകരം -2/2 e raised to -x plus 0 into e raised to x. അപ്പോൾ അതായത് e raised to -x എന്ന് കിട്ടും. ഇതാണ് നമ്മൾ y2 ആയിട്ട് ചൂസ് ചെയ്യുന്നത്. സോ y1 e raised to x-ഉം y2 e raised to -x-ഉം ഇതാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. വേണമെങ്കിൽ ഇവരുടെ റോൺസ്കിയൻ കണ്ടുപിടിച്ച് നോക്കാം. നമുക്കറിയാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഒന്നെങ്കിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒന്ന് മറ്റൊന്നിൻ്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണോ അല്ലേ നോക്കിയാൽ മതി. ഇതങ്ങനെയൊന്നും അല്ല, എന്നാലും വേണമെങ്കിൽ റോൺസ്കിയൻ വെച്ചിട്ട് കാണാവുന്നതാണ്. e raised to x e raised to -x. ഇനി ഇവരുടെ ഡെറിവേറ്റീവ് y1 y2ൻ്റെ റോൺസ്കിയൻ y1 y2 y1 ഡാഷ് y2 ഡാഷ് ഇങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് വരിക. അപ്പം അതാണ് അവിടെ ചെയ്തത്. അതിവിടെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വീണ്ടും ചെയ്തതാണ്. അപ്പോൾ e raised to x ഇൻറ്റു e raised to -x എന്ന് വരും. ഇവിടെ -e raised to -x ഇൻറ്റു e raised to x എന്ന് തന്നെ വരും. അപ്പോൾ ഇവിടെ e raised to 0 x plus -x എന്ന് വരും. അപ്പോൾ -1 ഉത്തരം -2 നോട്ട് ഈക്വൽ ടു 0. സോ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് കൂടിയാണ്, ജസ്റ്റ് കൺഫേം ചെയ്തതാണ്. ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ ചെയ്യുന്നത്. ഇതാണ് മെത്തേഡ്. y2 എന്നുള്ളത് u(x) ഇൻറ്റു y1 എന്ന് എടുക്കുന്നു. ദെൻ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ y-ക്ക് പകരം y2 റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു യുവിലുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. അതിനെ ഫസ്റ്റ് ഓർഡറിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു. u' എന്നുള്ളത് w എന്ന് എടുത്തിട്ട് ഫസ്റ്റ് ഓർഡറിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു. ദെൻ ആ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയറോ അങ്ങനെ ഏതെങ്കിലും ഒരു മെത്തേഡ് ആയിരിക്കും. അത് ഉപയോഗിച്ച് അത് സോൾവ് ചെയ്തിട്ട് u(x) കണ്ടുപിടിച്ചിട്ട് y2 u(x) ഇൻറ്റു y1 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ y2 കിട്ടും. ഇനി ഏതെങ്കിലും ടേംസ് റിപ്പീറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ. ഇനി ഇതിന് തന്നെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷനൊന്നും കൊടുക്കാണ്ട് ഡയറക്റ്റ് ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടും കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഷോർട്ട് കട്ടാണ് ഞാൻ ഇനി പറയുന്നത്. ഇതേപോലെ തന്നെ ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റണം. y ഡബിൾ ഡാഷ് പ്ലസ് സം p(x) ഇൻറ്റു y ഡാഷ് പ്ലസ് q(x) ഇൻറ്റു y ഈക്വൽ ടു 0. അതായത് y ഡബിൾ ഡാഷിൻ്റെ കൂടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് വേണം ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഗിവൺ സൊല്യൂഷൻ y1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് സൊല്യൂഷൻ y2 ഈക്വൽ ടു y1 ഇൻറ്റു ഇൻ്റഗ്രൽ e raised to integral p(x) dx by y1 സ്ക്വയർ dx. അപ്പോൾ ഇതാണ് ഷോർട്ട് കട്ട്. e raised to integral p(x) dx മൈനസ് p(x) dx സോറി e raised to integral മൈനസ് p(x) dx ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ വരുന്നതാണ്. പുറത്തൊരു y1 ഉണ്ട്. y1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് e raised to integral മൈനസ് p(x) dx അല്ലെങ്കിൽ e raised to മൈനസ് ഓഫ് ഇൻ്റഗ്രൽ p(x) dx ഡിവൈഡഡ് ബൈ y1 സ്ക്വയർ dx. സോ ഈ ഒരു ഫോർമുല യൂസ് ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് ഉത്തരം കണ്ടുപിടിക്കാവുന്നതാണ്. ഇത് ഷോർട്ട് കട്ടാണ്. നേരത്തെ കേസിൽ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓൾറെഡി y ഡബിൾ ഡാഷ് മൈനസ് y ഈക്വൽ ടു 0 എന്നുള്ള ഫോർമാറ്റിലാണ്. അപ്പോൾ അവിടെ y ഡാഷിൻ്റെ ടൈം ഒന്നും ഇല്ലാത്തതുകൊണ്ട് p(x) 0 y1 അവിടെ ഉണ്ടായിരുന്നത് e raised to x ആണ്. ഞാനത് ഈ മെത്തേഡിൽ ചെയ്യുന്നതാണ്. സോ y2 ഈക്വൽ ടു y1 ഇൻറ്റു e raised to ഇൻ്റഗ്രൽ ഓഫ് e raised to മൈനസ് അവിടെ p(x) 0 0 dx ഡിവൈഡഡ് ബൈ y1 സ്ക്വയർ എന്ന് വെച്ചാൽ e raised to x സ്ക്വയർ dx. അപ്പോൾ e raised to x ഇൻറ്റു ഇവിടെ e raised to
0 എന്നുള്ളത് കിട്ടും. 0 dx 0 ആണ് ഇൻ്റഗ്രൽ. ഇവിടെ e raised to 2x dx, e raised to 0 1 ആണ്. സോ e raised to x into 1 by e raised to 2x dx. അപ്പം അതിൽ നിന്നും e raised to x into 1 by e raised to 2x നമുക്ക് e raised to minus 2x എന്ന് എഴുതാവുന്നതാണ്. e raised to minus 2x dx. അപ്പം അതിൽ നിന്നും e raised to x into e raised to minus 2xൻ്റെ ഇൻ്റഗ്രൽ e raised to minus 2x by minus 2 plus c. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ e raised to x into e raised to minus 2x e raised to minus x by minus 2 പ്ലസ് അതിന് ത്രൂ ഔട്ടാണ് e raised to x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് c e raised to x. നേരത്തെ പോലെ ഇവിടെ വേണമെങ്കിൽ കോൺസ്റ്റൻ്റ് ഇടാം, അതിനൊന്നും കുഴപ്പമില്ല. നമുക്കിതിൽ നിന്ന് ഈ ഫംഗ്ഷൻ മാത്രം ചൂസ് ചെയ്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ ഈ സി എന്നുള്ളത് 0 എന്ന് എടുത്താൽ മതി. ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ഇടണ്ട. അപ്പോൾ നമുക്ക് കിട്ടുന്നതിന് പിന്നെ അതിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻസ് ഇപ്പോൾ C1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറയുന്നതും C2/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എന്നുള്ളതും കോൺസ്റ്റൻസിലുള്ള ഒരു വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. രണ്ടും സിമിലർ ആയിട്ടുള്ളത് തന്നെയാണ്. സോ ഇതിന് പകരം ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ നോർമലി എഴുതാറ്. സോ ഇതിൽ നിന്നും നേരത്തെ പോലെ തന്നെ y2 എന്നുള്ളത് ഇനിയിപ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് ബൈ മൈനസ് 2, അതായത് -1/2 ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ്. സിക്ക് 0 കൊടുത്താൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ y2 ഓഫ് എക്സ് എന്നുള്ളത് നേരത്തെ പോലെ ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് ചൂസ് ചെയ്താൽ മതി. സോ ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പോൾ നമുക്കിനി ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് മറ്റൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. The function y1 equal to x square is a solution of x square into y double dash minus 3xy dash plus 4y equal to 0. Find the general solution. General solution എന്ന് വെച്ചാൽ c1y1 plus c2y2 ആണ്. അപ്പോൾ ആദ്യം y2 കണ്ടുപിടിക്കണം. Find the general solution on the interval -∞ ∞. അപ്പോൾ നമുക്ക് സെക്കൻഡ് സൊല്യൂഷൻ y2 തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. y2 ഓഫ് എക്സ് ഈക്വൽ ടു y1 ഓഫ് എക്സ്, അതായത് എക്സ് സ്ക്വയർ ഇൻറ്റു ആദ്യം ഈ ഫോർമാറ്റിലേക്ക് മാറ്റണം. ഇവിടെ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് 3xy ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വൈ ഡബിൾ ഡാഷ് ഇവിടെ 3/x ആവും. എക്സ് ഓൾറെഡി ഉണ്ട്. ബൈ എക്സ് സ്ക്വയർ വരുമ്പോൾ എക്സ് ക്യാൻസൽ ആവും. മൈനസ് 3/xy ഡാഷ് പ്ലസ് 4/x സ്ക്വയർ y ഈക്വൽ ടു 0. സോ പി ഓഫ് എക്സ് ഇവിടെ മൈനസ് 3/x ആണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇ റേസ് ടു ഇൻ്റഗ്രൽ മൈനസ് പി ഓഫ് എക്സ് ആണ്. മൈനസ് ഇൻ്റഗ്രൽ മൈനസ് ഓൾറെഡി പുറത്തുണ്ട്. അപ്പോൾ സോ -3/x dx ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ dx. അപ്പം ഒന്നുകൂടി ഒന്നത് ഭംഗിയിൽ എഴുതാം. ഇവിടെ രണ്ട് മൈനസും കൂടിയിട്ട് ഇ റേസ് ടു ഇൻ്റഗ്രൽ 3/x dx ആവും. ഇവിടെ x റേസ് ടു 4 dx ആവും. ഇപ്പോൾ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു 3/x എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 1/xൻ്റെ ഇൻ്റഗ്രൽ ln(x) ബൈ എക്സ് റേസ് ടു 4 dx. ഇനി നമുക്കറിയാം ബി ln a ഈക്വൽ ടു ln a റേസ് ടു b ആണ്. അപ്പോൾ 3 ln x-നെ ln x³ എന്ന് എഴുതാവുന്നതാണ്. അപ്പോൾ ഇ റേസ് ടു ln x³ ആവും. ഇ റേസ് ടു സ്റ്റെപ്പ് എഴുതാം. എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ln x³ ബൈ എക്സ് റേസ് ടു 4 dx. ഇനി നമുക്കറിയാം ഇ റേസ് ടു ln f ഓഫ് എക്സ്, ഇ റേസ് ടു ln f ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് തന്നെയാണ്. സോ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ln x³ എന്ന് വരും ബൈ എക്സ് റേസ് ടു 4 dx. x³ ക്യാൻസലായി പോകും. ബാക്കി അവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു 1/x dx എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ഇല്ലാണ്ട് ചെയ്യാം. എക്സ് സ്ക്വയർ ഇൻറ്റു ln x. അപ്പോൾ അതായിരിക്കും ഒന്നുകൂടി എളുപ്പത്തിൽ
ഉത്തരം കിട്ടാനുള്ള ഒരു ഓപ്ഷൻ. സോ y2 ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ln എക്സ്. ഇനി ജനറൽ സൊല്യൂഷൻ ഓൺ ദി ഇൻ്റർവൽ 0 to ഇൻഫിനിറ്റി ആണ്. സോറി, lnൻ്റെ കേസ് വന്നതുകൊണ്ടാണ് 0 to ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ y ഈക്വൽ ടു c1y1 പ്ലസ് c2y2. അപ്പോൾ c1 എക്സ് സ്ക്വയർ പ്ലസ് c2 എക്സ് സ്ക്വയർ ln എക്സ്, അതാണ് ജനറൽ സൊല്യൂഷൻ.